കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയാറില്ലേ? അതുപോലെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയിരുന്നു. BJP ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ട് നേടി ജയിച്ചു വരുന്ന MLA. ഇടതുപക്ഷം അവിടെ 3-ാം സ്ഥാനത്താണ് എന്നോർക്കണം. എന്തുകൊണ്ട് 3-ാം സ്ഥാനത്തായി എന്ന് കണ്ണാടി പഞ്ചായത്തിലെ വോട്ട് മാത്രം പരിശോധിച്ചാൽ മതി. അതിലേക്ക് കടക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മത്സരിക്കാൻ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കൊണ്ടുപോകുന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് വടകരയിലെ UDF പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. മുസ്ലിം ലീഗിന് മലബാർ പ്രദേശത്ത് നല്ല അടിത്തറയുണ്ട്, നല്ല സംഘടനാശേഷിയുണ്ട്. സ്വാഭാവികമായും വടകരയിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നല്ല അടിത്തറയും സംഘടനാശേഷിയുമുണ്ട്. അതൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഉപയോഗിച്ചിരുന്നു ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് വേണ്ടി. ഷാഫി പറമ്പിൽ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത് മുതൽ കലാശക്കൊട്ടുവരെ നാം അത് കണ്ടതാണ്. രാത്രി ഏറെ വൈകിയും ഷാഫി പറമ്പിലിനെ കാണാൻ കാത്തിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പൊതു നേതാവായി ഉയർന്നു വരാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. എന്നാൽ ഇന്നോ അതേ മുസ്ലിം ലീഗ്, അതേ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ, VD സതീശനെ പിന്തുണച്ചില്ല എന്ന കാരണത്താൽ. VD സതീശനെ പിന്തുണക്കുകയോ പിന്തുണക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യമാണ്, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമൊക്കെ പ്രവർത്തകരുമൊക്കെ ഷാഫി പറമ്പിലിനെ ഒറ്റുകാരനായും ചതിയനുമായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സൈബർ ആക്രമണം തന്നെയാണ് നടക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ. അദ്ദേഹത്തിൻ്റെ പേജിൽ കയറി അദ്ദേഹം നേരത്തെ ഇട്ട പോസ്റ്റ് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം പരിശോധിച്ചാൽ മതി. ഷാഫി പറമ്പിലിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും അത് വലിയ വാർത്തയായി കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഷാഫി പറമ്പിലിനെ തള്ളിപ്പറയുന്നു. നേരത്തെ ഷാഫി പറമ്പിലിനെ വലിയ നേതാവായി ഉയർത്തിക്കൊണ്ടുവരികയും മുസ്ലിം സമുദായത്തിൻ്റെ പൊതു നേതാവായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്ത അതേ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. എന്തൊക്കെയാണ് ഇതിന് പിറകിലെ കാരണങ്ങൾ? VD സതീശനോടൊപ്പം നിന്നില്ല എന്ന ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് VD സതീശനോടൊപ്പം ഷാഫി പറമ്പിൽ നിന്നില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ VD സതീശൻ എടുത്ത നിലപാടാണ്. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. അത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ VD സതീശനെ തള്ളിക്കൊണ്ട് ഒറ്റയ്ക്ക് KC വേണുഗോപാലിൻ്റെ സഹായത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ നടത്തിയ ചില ഇടപെടലുകളൊക്കെ അന്ന് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നത് ഒക്കെ നാം കണ്ടതാണ്. അന്നു മുതൽ KC വേണുഗോപാലിനോടൊപ്പമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വരുന്നത്. അത് വലിയ ആയുധമാക്കി മാറ്റി VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് നയിച്ചു എന്നതാണ് ഷാഫി പറമ്പിലിന് VD സതീശനോടുള്ള എതിർപ്പിന് കാരണം. അത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചെന്നെത്തി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇന്നലെ വരെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ സംഖ്യയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ശ്രമിച്ചത് പിണറായി വിജയനായിരുന്നു, അതിനുശേഷം M സ്വരാജ്, അതിനുശേഷം CPIM നേതാക്കൾ. ഇവരെല്ലാം സംഘികളാണ്, സംഘപരിവാറിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും. ഇപ്പോൾ അതേ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളെ സംഘിവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ മുസ്ലിം വിരുദ്ധനായി ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. പൊട്ടിത്തെറിച്ചു ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ അഡ്വക്കേറ്റ് വി ആർ അനൂപ് കോൺഗ്രസ് നേതാവ്. എന്തിന് നിങ്ങളിങ്ങനെ KC വേണുഗോപാലിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കൊഴുനാടൻ മുസ്ലിം വിരുദ്ധനായി, ഷാഫി പറമ്പിൽ മുസ്ലിം വിരുദ്ധനായി മാറിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിലെ നേതാക്കളെ എന്ന് വെച്ചാൽ
KC വേണുഗോപാലിനെ പിന്തുണച്ച നേതാക്കളെ മുഴുവൻ മുസ്ലിം വിരുദ്ധരാണ് എന്ന പ്രതിച്ഛായയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും. അത് നാടിന് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. ഇടതുപക്ഷം നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണ്, അവർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അത് അന്ന് LDF പറഞ്ഞപ്പോൾ LDFനെ വിമർശിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്ത ആളുകളാണ് മാത്യു കുഴൽനാടും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ VD സതീശനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ. VD സതീശൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നാളെ VD സതീശനെയും കാത്തിരിക്കുന്നത് ഇതേ ഗതി തന്നെയാണ് എന്നോർക്കണം. എന്തായാലും ഷാഫി പറമ്പിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പൊതു നേതാവായി വളർന്നു വന്ന ഒരാളെ ഇപ്പോഴിതാ വലിച്ചു താഴെ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആര് മുഖ്യമന്ത്രിയായാലും ഷാഫി പറമ്പിലിൻ്റെ ഇമേജ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിന് ഇടയിൽ എന്നതാണ്. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം.